ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പ്രോബ്ലം കൂടെ ചെയ്താലോ? 5 മാർക്സിൻ്റെ ആണ്. ഇത് 5 മാർക്സിൻ്റെ വരും. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കുറേ പ്രോബ്ലംസും കൂടെ ചെയ്യുന്നത്. നിങ്ങൾ അത്രയും കൂടെ ചെയ്യുമല്ലോ. ദ ടേബിൾ ഷോസ് ദ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഓഫ് ലൊക്കാലിറ്റി. വാട്ട് ഈസ് ദ കൺസംഷൻ ഓഫ് 17th ഹൗസ് ഹോൾഡ്? ഫൈൻഡ് ദ മീഡിയം കൺസംഷൻ. ഇവിടെ കണ്ടോ 17th അത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമുക്ക് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. 17th നമ്മൾ കണ്ടുപിടിക്കുക, പിന്നെ മീഡിയം പൊസിഷൻ ഉള്ളത് കണ്ടുപിടിക്കുക. ടേബിൾ തന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി കൺസംഷനും നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് 100 to 110 7, 110 to 129, 120 to 130 10, 130 to 140 10, 140 to 150 9. ഇവിടെ ടോട്ടൽ തന്നിട്ടില്ലായിരുന്നു, ഞാൻ തന്നെ എഴുതി വെച്ചതാണ് ടോട്ടൽ. അപ്പോൾ നമുക്ക് ടോട്ടൽ ആവശ്യമുണ്ട്, കാരണം ഇവിടെ നമ്മൾ എഴുതി വരുമ്പോൾ ആ ടോട്ടൽ ആയിരിക്കണം അവസാനത്തിൽ വരുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ടോട്ടൽ ഒന്ന് നോക്കി വെച്ചേക്കണം. ഇവിടെ ടോട്ടൽ 45 ആണ്. ഇനി നമുക്ക് നമ്മുടെ ആൻസർ ആയിട്ടുള്ള ടേബിൾ വരച്ചു. ഫ്രീക്വൻസി ടേബിൾ ആൻസർ ടേബിൾ ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ടേബിൾ ആണ്. ഇത് നിങ്ങൾ വരച്ചിരിക്കണം. ഓക്കെ, ആദ്യത്തെ എത്രയാണ്? 7. ഇപ്പം ബിലോ 110 എന്ന് പറയുമ്പം 7. ഇത് ഈ ടേബിൾ എന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് പറയണ്ട. അപ്പോഴത്തേക്ക് അടുത്തത് എന്താണ്? ബിലോ 120 എന്ന് പറയുന്നത് 2 കൂടെ കൂട്ടി അല്ലേ, 16. അതെടുത്ത് വരുമ്പോൾ 10 കൂടെ കൂട്ടി 26. അടുത്ത 1 കൂടെ കൂട്ടണം 36. അടുത്ത 9 കൂടെ കൂട്ടണം 45. കിട്ടിയല്ലോ. അപ്പം നമ്മുടെ ആൻസർ പകുതി ശരിയായി. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് 17th പൊസിഷൻ അല്ലേ, 17th പൊസിഷൻ കണ്ടുപിടിക്കണം, മീഡിയം കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? നമ്മുടെ മീഡിയം എത്രാമത്തെ പൊസിഷനിലാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാ അതിന്റെ ഫോർമുല പറ, പെട്ടെന്ന് തന്നെ പറയണം. എന്താണ്? മീഡിയന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? മീഡിയൻ പൊസിഷൻ എന്ന് പറയുന്നത് ഫോർമുല ഉണ്ട്, n+1/2 is equal to, ഇവിടെ n എത്രയാണ്? 45 + 1/2 is equal to 46/2 is equal to 23. അപ്പൊ എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നത്? 23rd പൊസിഷനിലാണ് മീഡിയം കിടക്കുന്നത്. നമ്മുടെ പകുതി ആൻസറായി. ഓക്കെ, നമ്മൾ സ്റ്റെപ്പ് വൈസ് ആയിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് പറയാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്നാ കണ്ടുപിടിക്കണം? അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡി, കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇനി 23rd എന്ന് പറയുന്നത് എവിടെ കിടക്കുന്നത് നോക്കണം. നമ്മുടെ ടേബിളിൽ 16നും 26നും ഇടയ്ക്ക്. അപ്പൊ നമ്മുടെ ക്ലാസ് കിട്ടി. ഏതാണ്? 120 to 130. അപ്പൊ എഴുതുക, ക്ലാസ് ഈസ് ഈക്വൽ ടു അല്ലെ മീഡിയൻ ക്ലാസ്. അതായത് മീഡിയം കിടക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് 120 തൊട്ട് 130യുടെ ഇടയ്ക്കാണ് കിടക്കുന്നത്. മനസ്സിലായോ? ഇനിയാണ് ഡി കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? അടുത്ത സ്റ്റെപ്പ് ഒന്നുമില്ല, ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ എന്താണ് ഡിഫറൻസ്? ബാക്കി നിങ്ങൾ എഴുതണം. ഡിഫറൻസ് ബിറ്റ്വീൻ, ഞാൻ എഴുതുന്നില്ല കേട്ടോ. ക്ലാസ് 120 to 130 എന്ന് പറഞ്ഞാൽ 130ന്ന് 120 അങ്ങ് കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 10. മനസ്സിലായോ? ഇനി അടുത്ത എന്നാ ഉണ്ടേ? ഡിഫറൻസ് ബിറ്റ്വീൻ ആര് തമ്മിലുള്ള ഡിഫറൻസ്? ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്. അത് എത്രയാണ്? 26 to 16 ആണ് ഡിഫറൻസ് കാണേണ്ടത്. ദാറ്റ് ഈസ് 26 to 16 എഴുതണ്ട, 16 to 26 എന്ന് എഴുതാം. 26 - 16 is equal to എത്ര വരും? 10 വന്നു. ഇനി കോമൺ ഡിഫറൻസ് കാണാൻ എളുപ്പമാണ്. ഇവർ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് 1 കിട്ടി. ഓക്കെ, കോമൺ ഡിഫറൻസ് 1 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? കോമൺ ഡിഫറൻസ് ഇപ്പൊ 23rd പൊസിഷനിലാണ് നമ്മുടെ മീഡിയം കിടക്കുന്നതെന്നും കോമൺ ഡിഫറൻസ് 1 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇനി നമ്മൾ അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആദ്യം നമ്മളിത് കിടക്കുന്ന ഇതിന്റെ ഇടയ്ക്കാണ്, 16ന്റെ 26ന്റെ ഇടയ്ക്കാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇനി അടുത്തതിന്റെ തൊട്ടടുത്തുള്ള 17th പൊസിഷൻ. അങ്ങനെ പ്രത്യേകിച്ച് ഇവർ ക്വസ്റ്റ്യൻ തന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. കൺസംഷൻ അറ്റ് 17th ഹൗസ് ഹോൾഡ്. 17th ഹൗസ് ഹോൾഡിന്റെ കൺസംഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? പറഞ്ഞിട്ടുണ്ട്. 16th എന്റെ വാല്യൂ എഴുതുക, 120 പ്ലസ് നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 1 ഈ 120യോടെ കൂട്ടുക. അപ്പൊ എത്ര വരും? 121/2. മനസ്സിലായല്ലോ? എങ്ങനെയാണ് നമ്മുടെ 17th കാണുന്നത്? 16ന്റെ വാല്യൂ തൊട്ടടുത്തല്ല 17th, അതിന്റെ കൂടെ പ്ലസ് നമ്മുടെ കോമൺ ഡിഫറൻസ് കൂട്ടിയിട്ട് അത് തമ്മിൽ ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ്. ഇപ്പൊ എത്ര വരും?
241/2 സോറി 241/2 ഡിവൈഡ് ചെയ്തേ. അടങ്ങത്തില്ല, ഒരു സാധനം ഇറക്കി എഴുതി അടങ്ങത്തില്ല. 0 കൊടുക്കണം, എന്നിട്ട് വേണം നമ്മൾ പോയിന്റ് കൊടുത്ത് 10 ആക്കി എഴുതാൻ. അല്ലാതെ നേരെ 1 ഇറക്കി എഴുതി പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ പോയിന്റ് കൊടുത്തിട്ട് 0 ഇറക്കി എഴുതല്ലേ. ഈ സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ എത്ര വരും? 120 = 120.5. 17th പൊസിഷനിലുള്ള കൺസംഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ പൊസിഷനിലാണ്? നമ്മുടെ മീഡിയൻ ആയിട്ടുള്ള മീഡിയൻ എത്രയാണ്? 23rd പൊസിഷൻ. 23rd പൊസിഷൻ ആണ് മീഡിയൻ. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 23rd എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? അതായത് 17th പൊസിഷൻ പ്ലസ് നമ്മുടെ 17th തൊട്ട് നമ്മുടെ മീഡിയൻ ആയിട്ടുള്ള 23rd വരെ എത്ര വ്യത്യാസമുണ്ട്? 17 തൊട്ട് 23 വരെ എത്രയാ? 17, 18, 19, 20, 21, 22, 23, 23. ഓക്കെ, 6. അപ്പൊ 6 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 17 തൊട്ട് 23 വരെ എത്ര ഉണ്ടായിരിക്കും? 6 ഉണ്ട് അല്ലേ? നിങ്ങൾ തന്നെ എടുക്കണം. അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 17th എത്രയാണ്? 120.5. 6 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാ? നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 1 ആയിരുന്നു അല്ലേ? അപ്പൊ അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കും 120.5 + 6 = 126.5. നമ്മുടെ മീഡിയം പൊസിഷൻ എവിടെയാ കിടക്കുന്നത്? മീഡിയം വാല്യൂ എവിടെയാ? എത്രയായിരിക്കും? 23rd ആണ് മീഡിയം പൊസിഷൻ. അതിന്റെ വാല്യൂ 126.5. ഇപ്പൊ നിങ്ങളിത് പഠിച്ചിട്ടില്ലേ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എനിക്കറിയാം ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ 5 മാർക്ക് നിങ്ങൾ മേടിച്ചിരിക്കും അല്ലേ മക്കളെ? ഓക്കെ, എല്ലാവരും നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതുക കേട്ടോ. താങ്ക് യു.